സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതിൻ്റെ രുചി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് തന്നെ വേണ്ടത് ഗ്രീക്ക് യോഗർട്ടാണ്. അപ്പോൾ യോഗർട്ട് നമുക്ക് പല ഫ്ലേവറിലുള്ളത് കിട്ടും. ഞാനിവിടെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നാച്ചുറലായിട്ടുള്ള യോഗർട്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറിലാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമുക്ക് ബ്ലൂബെറിയുടെയും സ്ട്രോബെറിയുടെയും മാംഗോയുടെ ഒക്കെ യോഗർട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആ ഒരു കളറിലാണ് ഉണ്ടാവുക. സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ റോസ് കളർ, മാംഗോ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറ്, ബ്ലൂബെറി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലൂബെറിയുടെ കളറ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ യോഗർട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം യോഗർട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാം. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ചെറിയൊരു അളവിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് യോഗർട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വേറൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. ഈ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്യുന്നത്. ഇതാ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഉള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു അളവിലല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അത്രയും മതി. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ലോട്ടസ് ബിസ്ക്കറ്റാണ് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് തന്നെ വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ അധികം എടുക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു കോഫി ഉണ്ടല്ലോ, അതിൽ ഡിപ്പ് ചെയ്തിട്ട് യോഗർട്ടിലേക്ക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഗ്യാപ്പിലും ആയിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ബൗളിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബിസ്ക്കറ്റ് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ജാപ്പാനീസ് വൈറൽ ചീസ് കേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ തോന്നിട്ടോ. പക്ഷേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. അപ്പോൾ എല്ലാവർക്കൊന്നും ഇത് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. പിന്നെ യോഗർട്ടല്ലേ നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് കഴിക്കാം, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്